കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കുറച്ച് വലിയൊരു എമൗണ്ട് ഡിസൈനിങ് ചാർജ് ആയിട്ട് കിട്ടി. ഏറിപ്പോയ ഒരു മാസം അതിനുള്ളിൽ കിട്ടിയ പൈസേൻ്റെ 90-95% തീർന്നു. ഓൾമോസ്റ്റ് അക്കൗണ്ട് കാലി എന്ന് തന്നെ നമുക്ക് പറയാം. എന്താണ് സംഭവിക്കണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. ഇത്ര പെട്ടെന്ന് തീരാൻ മാത്രം എന്താ പത്രം വാങ്ങി? എല്ലാം ഒന്ന് ഇരുന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ വാങ്ങി കുറേ സാധനം വാങ്ങിയിട്ടുണ്ട്, കുറേ പൈസ പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. എനിക്ക് വരുമാനം എന്നുള്ളതല്ല മെയിൻ പ്രശ്നം, ചിലവാണ് പ്രശ്നം. ഓവറായിട്ട് ചിലവുണ്ടായി. അപ്പോൾ ചിലവ് കുറച്ചെങ്കിലല്ലേ എന്തെങ്കിലും എടുത്തു വയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ടായി. എക്സ്പെൻസ് കുറയ്ക്കണം, കുറച്ച് പിശുക്ക് കാണിക്കണം എന്നുള്ളത് വലിയ പാഠം അന്ന് ഞാൻ പഠിച്ചു. അപ്പോൾ എക്സ്പെൻസ് കുറയ്ക്കാനുള്ള ഒരു 8-10 വഴികളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് അത് ഉപകാരത്തിൽപ്പെടും. എൻ്റെ ഫ്രണ്ട് എന്നോട് പറയാറുണ്ടായിരുന്നു, അനാവശ്യമായിട്ട് 5ൻ്റെ പൈസ ഞാൻ വേസ്റ്റാക്കി കളയില്ല. എടുത്തു വയ്ക്കാൻ എനിക്കറിയാം, എനിക്ക് പണം ഉണ്ടാക്കാനും അറിയാം, എടുത്തു വയ്ക്കാനും അറിയാം. പുള്ളി കുറേ കഴിഞ്ഞപ്പോൾ ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കി. ഞാൻ ട്രാക്ക് ചെയ്ത് നോക്കി അതേപോലെ തന്നെ. എവിടെയാണ് ഇപ്പോൾ പൈസ പോകണമെന്നൊന്ന് അറിയണമല്ലോ. നോക്കുമ്പോൾ മൂപ്പര് 5000-ഓളം രൂപ ഓരോ മാസവും പുറത്തുനിന്ന് കഴിക്കാനായിട്ടും ചായയായിട്ടും സ്നാക്സായിട്ടും അതും ഇതൊക്കെ ആയിട്ട് കഴിക്കാനായിട്ട് ചിലവഴിക്കുന്നുണ്ട്. ഫാമിലിയുടെ ചിലവ് അത് വേറെ. അതേപോലെ നിങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ഈ വരുമാനത്തിൻ്റെ ബക്കറ്റിനകത്ത് എവിടെയാണ് ലീക്കുള്ളത് എന്നുള്ളത്. ചെക്ക് ചെയ്യുക, എവിടെയാണ് നിങ്ങൾക്ക് പൈസ ചോരുന്നത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയെങ്കിലേ ആ ഓട്ടം അടയ്ക്കാൻ പറ്റുള്ളൂ നമുക്ക്. ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് ട്രാക്ക് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ്, സോഫ്റ്റ്വെയറുകൾ, ഒന്നുമില്ലെങ്കിൽ ഒരു നോട്ട് ബുക്കെങ്കിലും, വരവ് ചിലവ് കണക്ക് എഴുതുന്ന ഒരു നോട്ട് ബുക്ക് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഈ ട്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആമസോണിനകത്ത് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കണ്ടതാണ് ഒരു അടിപൊളി വാച്ച്. കിട്ടിലും വാച്ച്, നല്ല ബ്യൂട്ടി ഉണ്ട്, നല്ല ഭംഗിയുണ്ട്, കണ്ട നല്ല പ്രീമിയം ലുക്കാണ്. റോളക്സിൻ്റെ ഒക്കെ ഒരു ലുക്കൊക്കെ ഉണ്ടാവും. 7000 സംതിങ് എന്തോ ആയിരുന്നു എന്നാണ് അതിൻ്റെ വില എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പക്ഷേ എനിക്കൊരു രസകരമായിട്ടുള്ള സംഭവം നടന്നു. അപ്പോൾ ഇത് കല്യാണത്തിന് പോകാനോ എന്തിനോ വിളിച്ചു. അങ്ങനെ കുടുംബത്തിൻ്റെ കൂടെ കല്യാണത്തിന് അങ്ങോട്ട് ഇറങ്ങി. ഇത് വാങ്ങണം എന്നുള്ളത് മനസ്സിൽ വെച്ചേ ഉണ്ടായിരുന്നുള്ളൂ. വാങ്ങാൻ പറ്റിയില്ല, പെട്ടെന്ന് സമയം ഉണ്ടായിരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഡേ ഞാൻ വന്ന് നോക്കുന്ന സമയത്ത് ആ വാച്ച് വാങ്ങാൻ വിട്ടുപോയല്ലോ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ആ വാച്ച് വാങ്ങണോ വാങ്ങണ്ടയോ എന്നുള്ളൊരു ചിന്ത അപ്പോൾ എനിക്ക് വരാൻ തുടങ്ങി. കാരണം ഒരു 24 മണിക്കൂർ അടുത്ത ദിവസമായി കഴിഞ്ഞപ്പോഴാണ് തിരിച്ചറിയണത് അത്ര അർജൻറ്റുള്ള സാധനമൊന്നുമല്ല ഇപ്പോൾ ഒരു 7000 രൂപയുടെ വാച്ച് കിട്ടി നടക്കണം എന്നുള്ളത്. അപ്പോൾ എനിക്ക് വാച്ചിനോടൊരു ഭ്രമം ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണെങ്കിലും ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അതിനോടുള്ള ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം. ഇപ്പം തന്നെ ബൈ ചെയ്യണം, കാർഡും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ വരെ എത്തിയതാണ്. പക്ഷെ വാങ്ങിയില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പരിപാടി ചെക്ക് ചെയ്ത് നോക്കുക. ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് വാങ്ങിയേക്കാം എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് പോസ്റ്റ്പോൺ ചെയ്ത് നോക്കി. ഒരു 24 മണിക്കൂർ കഴിയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പറയും അപ്പോൾ അത് അത്ര വലിയ അർജൻറ്റൊന്നുമില്ല, പിന്നെ വാങ്ങിയാൽ പോരെ, അല്ലെങ്കിൽ വാങ്ങണോ, അപ്പോൾ ഇത്രയും വലിയൊരു എമൗണ്ട് ചിലവാക്കണോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വാച്ചിൻ്റെ ഭ്രമം കൂടിയപ്പോൾ വൈഫ് എനിക്ക് വാങ്ങി തന്ന ഒരു വാച്ചാണ്, ബർത്ത്ഡേ ഗിഫ്റ്റാണിത്. നേരത്തെ പറഞ്ഞ വാച്ചിൻ്റെ പകുതി വില ഉണ്ടാവുള്ളൂ ഇതിന്. ഒരു പഠനം പറയണത് ഇന്ന് ലോകത്ത് 15-20% ആൾക്കാരും അവരുടെ ഈ പറയുന്ന ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, എന്താ പറയുക UPI, അതായത് നമ്മൾ ഗൂഗിൾ പേ എന്നൊക്കെ പറയണില്ലേ, ഗൂഗിൾ പേ, എന്താ ഫോൺ പേ, ഈ പറയുന്ന സാധനങ്ങൾ നിരവധി പരിപാടികൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഓരോ മാസവും. അതായത് ഇവരുടെ നല്ലൊരു ശതമാനം പർച്ചേസുകൾ നടക്കുന്നത് ഇതിനകത്ത് കൂടെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈസിയാണ്. പണം നമ്മൾ ചുമന്നുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഒരു ഫോൺ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഒരു കാർഡ് നമ്മുടെ കയ്യിലുണ്ടായാൽ മതി. എത്ര പൈസയുടെ പരിപാടി നമുക്കവിടെ നടത്താൻ പറ്റുന്നുണ്ട് അല്ലേ, ക്രെഡിറ്റ് കാർഡൊക്കെ ആണെങ്കിൽ. അപ്പോൾ പണം പോകുന്ന വഴി നമുക്ക് മനസ്സിലാകില്ല. അപ്പോൾ എന്ത് വേണം, നിങ്ങളൊരു ATM കൗണ്ടറിൽ പോവുക, കാർഡ് എടുക്കുക, കുത്തുക, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ചിലവഴിക്കാനുള്ള ഒരാഴ്ചയുടെ 2 ആഴ്ചയുടെ എമൗണ്ട് അത് എടുക്കുക, പേഴ്സിൽ വയ്ക്കുക. അതുകൊണ്ട് നിങ്ങൾ ചിലവ് നടത്തുക. അപ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അതായത് ഇത് ഇത്രയേ ഉള്ളൂ ചിലവഴിക്കാനുള്ളത്. മറ്റേത് കാർഡ് മറ്റേതാണെങ്കിൽ ഒരേയായിരിക്കും, ഒരേവരാ. ഇത് പൈസ പോണ വഴി നമ്മൾ അറിയില്ല. ഇങ്ങനെ പൈസ നിങ്ങൾ പണമായിട്ട് പേഴ്സിൽ വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു നിയന്ത്രണം ഉണ്ടായിരിക്കും. ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാൻ പാടില്ല, കുറച്ച് നമുക്ക് എടുത്ത് വെക്കണം. കാരണം എന്താ, നമ്മൾ എടുത്ത് വെച്ച് പേഴ്സിൽ വെച്ച ആ എമൗണ്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുള്ളൂ. മറ്റേത് അങ്ങനെയല്ലല്ലോ, അക്കൗണ്ട് കിടക്കുന്നത് മൊത്തം നമ്മൾ വരച്ച് കളയും. സോ എടുത്ത് പേഴ്സിൽ വെക്കുക, പണം ലാഭിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ തന്നെയാണ് എടുത്ത് വയ്ക്കുന്നത് നിങ്ങളുടെ എക്സ്പെൻസിന് വേണ്ടത്. അപ്പോൾ അൺവാണ്ടഡ് എക്സ്പെൻസ് നിങ്ങൾ ഉണ്ടാക്കില്ല. സോ ഒരു ഫിക്സഡ് എമൗണ്ട് നിങ്ങൾ ഓരോ മാസം ചിലവിനായിട്ട് എടുക്കുക, അത് പേഴ്സിൽ എടുത്ത് വയ്ക്കുക. ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി എവിടേക്കാണ് പൈസ പോകണമെന്നുള്ളത്. റീസെൻ്റ്ലി
അപ്പോൾ മനസ്സിലായി ഈ കണ്ട നമ്മൾ ഈ ജിമ്മിലൊക്കെ പോയിട്ട് കുറേ മെമ്പർഷിപ്പ് എടുത്ത് വയ്ക്കും. അതേപോലെ തന്നെ ആപ്ലിക്കേഷനകത്ത് അൺവാണ്ടഡായിട്ട് ജിമ്മിൻ്റെയൊക്കെ മെമ്പർഷിപ്പ് മെനക്കെടൂലല്ലോ. നമ്മൾ ഈ വ്യായാമം ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മടിയുള്ള കൂടുതലാണല്ലോ. അപ്പോൾ ഈ മെമ്പർഷിപ്പ് വഴി കുറേ പൈസ അങ്ങനെ പോകുന്നുണ്ട്. കേബിൾ ടി വി വെറുതെ പൈസ അങ്ങനെ പോകുന്നുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ വൈഫൈക്ക് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കുറച്ച് 997 ഈ കമ്പനിയുടെ പേര് പറയുന്നില്ല, ഇപ്പോൾ അതാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ എമൗണ്ടിൻ്റെ അടുത്തിരുന്നത്. എന്തിനാ അത്ര സ്പീഡുള്ള ഇൻ്റർനെറ്റൊക്കെ ആവശ്യമില്ല. വീഡിയോ കയറ്റാനാണെങ്കിൽ ഇൻ്റർനെറ്റിലേക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ഇത്ര വലിയൊരു ഇൻ്റർനെറ്റിൻ്റെ സ്പീഡൊന്നും ആവശ്യമില്ല. അപ്പോൾ പല സാധനങ്ങളും പല സബ്സ്ക്രിപ്ഷൻസും ഈ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ്, ഇതെന്നൊക്കെ പറഞ്ഞ് കണ്ടമാനം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. ഈ പണം ചോരുന്ന വഴി എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. നമ്മളറിയാതെ ഉള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ അത്. ചുരുക്കി പറഞ്ഞാൽ ഒരു മാസം ഞാൻ 1000, 1500 അതിൻ്റെയൊക്കെ ഏകദേശം 1500, 2000-ൻ്റെ ഉള്ളിൽ എനിക്ക് ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ വഴി മാത്രം പൈസ പോയിരുന്നു. ഇപ്പം ആ പൈസ എൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നുണ്ട്. അത് ആ വഴിക്ക് ഇനി പോവില്ല. നിങ്ങളുടെ ലൈഫിലും ഉണ്ടായിരിക്കും ഇങ്ങനെ അൺവാണ്ടഡായിട്ട് കുറേ പൈസ നിങ്ങൾ കളയുന്ന സാധനങ്ങൾ. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. മൂപ്പർക്ക് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കണം. വീട്ടിൽ വൈഫിന് കുക്ക് ചെയ്താൽ അത് പോരാ, ടേസ്റ്റ് ഇല്ല, എന്തെങ്കിലുമൊക്കെ കുറ്റം കുറവുകളുണ്ടായിരിക്കും. മൂപ്പർക്ക് നല്ല ഫുഡ് കഴിക്കണം, നല്ല ഫുഡിയാണ്. പുറത്ത് പോയി കഴിക്കുക എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം നോൺ വെജ് ഇതൊക്കെ എടുത്ത് കഴിക്കുന്ന സമയത്ത് ഒരു 250-300 രൂപ ലഞ്ചിന് പൊട്ടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഒരു മാസം അപ്രോക്സിമേറ്റ്ലി ഒരു 9000 രൂപയുടെ അടുത്ത് ചിലവ് വരേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ 9000 രൂപ ചിലവ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു വർഷത്തിനകത്ത് എത്ര രൂപ മുമ്പ് പുറത്തുനിന്ന് ലഞ്ച് കഴിക്കാനായിട്ട് മാത്രം പോകും? ഏകദേശം 1,00,000 രൂപ എന്തായാലും പോകില്ലേ. എന്തിനാണ് ഇത്രയും പൈസ ചിലവാക്കുന്നത്? മൊത്തം വാർഷികത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു 4-5 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്ന ഒരാൾക്ക് 1 ലക്ഷം രൂപ ഫുഡിന് മാത്രമായിട്ട് പോയി എന്ന് പറയുകയാണെങ്കിൽ, അത് ഫാമിലിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ സ്വന്തം ഫുഡിനായിട്ട് പോയി എന്ന് പറയുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് അല്ലേ ഇത്? പറഞ്ഞു വരണത്, നമ്മൾ അനാവശ്യമായിട്ട് പൈസ ചിലവാക്കിയിട്ട് അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനം, വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം അതിനകത്ത് ഇട്ടിട്ട് നമ്മളുണ്ടാക്കും. ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള ഒരു സാധനം നമ്മൾ അതിനകത്ത് ചേർക്കില്ല. പക്ഷേ പുറത്തുനിന്നാണെങ്കിലോ 70-80% നമ്മൾ നമ്മുടെ ഹെൽത്ത് നശിപ്പിച്ചുകൊണ്ടാണ് ഈ പണം ചിലവഴിക്കുന്നത്. അപ്പോൾ ഹെൽത്തിനും നല്ലതാണ് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ. ആഴ്ചയിൽ ഒരിക്കൽ വേണമെങ്കിൽ പുറത്ത് പോയിട്ട് കഴിക്കുക. എങ്കിലും ഇത്ര വലിയൊരു എമൗണ്ട് വരുമോ? ഇല്ല. ഇതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതുമായിരിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ പ്രണയം തുടങ്ങുന്ന സമയത്ത് എത്ര സൂപ്പറായിരുന്നു, എത്ര മനോഹരമായിരുന്നു ആ ഒരു ജീവിതം. എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നില്ല അന്ന്. ഇന്ന് എന്ത് തേങ്ങയാണ് അവിടെ ഉള്ളത്. പ്രണയം എന്ന് ആലോചിക്കുന്ന സമയത്ത്, നിങ്ങളുടെ പാർട്ട്ണറെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ തലയിൽ എന്തൊക്കെ നെഗറ്റീവ് ചിന്തകളാണ് ഇപ്പോൾ വരുന്നത്. ഒരു അടുപ്പമില്ല, ഒരു ബന്ധമില്ല, നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, നിങ്ങളെ കേൾക്കുന്നില്ല. തമ്മിലുള്ള ഒരു ആത്മബന്ധം എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. ഈ ബന്ധം എങ്ങോട്ടാ പോകണം തന്നെ നിങ്ങൾക്കൊരു പിടിയില്ല. ചെറിയ വഴക്കുകൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഗംഭീര അടിയാണ്. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നിങ്ങളുടെ കുറ്റമല്ല. നിങ്ങളെ പ്രണയിക്കാൻ ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. എങ്ങനെ പ്രണയിക്കണം എന്നുള്ളത് ആരും നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലും പഠിപ്പിച്ചു തന്നിട്ടില്ല. കേട്ടറിഞ്ഞ കുറേ മണ്ടത്തരങ്ങളും മിഥ്യാധാരണകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അവിടെയാണ് ഞാനൊരു കോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാസ്റ്ററി കോഴ്സ്. ഇത് നിങ്ങളെ പഠിപ്പിക്കും എങ്ങനെ ആഴമുള്ളൊരു ബന്ധം ഉണ്ടാക്കണം, എങ്ങനെ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ പാർട്ട്ണറെ മനസ്സിലാക്കണം, മനസ്സിലാക്കി പെരുമാറണം. അതോടുകൂടി പ്രശ്നം സോൾവ് ആയില്ലേ. അങ്ങനെ സ്മൂത്തായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യണം എല്ലാം നമ്മളിതിനകത്ത് പഠിക്കും. വല്ലാണ്ട് വഴുകി പോകാൻ നിൽക്കണ്ട. ബന്ധം കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നോക്ക്. കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരത്തിൽ പെടും അത്. എനിക്ക് സാലറിയിൽ ഒരു ഇൻക്രിമെൻറ്റ് കിട്ടിയ സമയം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ കമ്പനിയിൽ. ഇൻക്രിമെൻറ്റ് കിട്ടിയ സമയത്ത് തന്നെ ചെയ്ത പണി എന്താ വെച്ചാൽ പുറത്ത് പോവുക, എൻജോയ് ചെയ്യുക, സാധനങ്ങൾ വാങ്ങിക്കുക, അങ്ങനെയുള്ളത്. അതായത് പൈസ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ മാറുന്നു. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് വേണ്ട ആവശ്യമുണ്ടോ? കാരണം നമുക്ക് വലിയൊരു എമൗണ്ടൊന്നും അല്ലല്ലോ ഇൻക്രിമെൻറ്റ് കിട്ടുന്നത്. ചെറിയൊരു എമൗണ്ട്, ഒരു 10-15% അല്ലേ കൂട്ടുള്ളൂ. അതൊക്കെ കൂട്ടുന്ന സമയത്ത് എത്ര വലിയ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോ? ആവശ്യമില്ലാത്ത സാധനം കൂടി വാങ്ങിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇൻക്രിമെൻറ്റ് എത്ര വന്നാലും ശരി, നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന എമൗണ്ട് എത്രയാണോ സാലറി, അതിനകത്ത് ജീവിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തിനാണ് ഒരു അൺവാണ്ടഡ് ലൈഫ് സ്റ്റൈലിൽ ഒരു ഇൻഫ്ലേഷൻ കൊണ്ടുവരുന്നത്? പുറത്തല്ലാതെ തന്നെ ഇൻഫ്ലേഷൻ ആവശ്യത്തിനുണ്ട്. ഇനി ലൈഫ് സ്റ്റൈലിലും കൂടി അങ്ങനത്തെ സാധനം വേണോ? ഇതൊക്കെ പൈസ പോണ വഴിയാണ്. ഇച്ചിരി കമ്മീഷൻ കിട്ടി, ഇച്ചിരി ഇൻസെൻറ്റീവ് കിട്ടി, ഇച്ചിരി ബോണസ് കിട്ടി, ഇച്ചിരി ഇൻക്രിമെൻറ്റ് കിട്ടി, ഇവിടെയൊക്കെ നമ്മുടെ ചിലവും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മൾ മാറ്റാൻ നിൽക്കും. ഇതൊക്കെ പ്രശ്നമാണ്. പൈസ പോകാൻ വേറെ വഴിയേ പിന്നെ നിങ്ങൾ നോക്കണ്ട.
അപ്പോൾ ലൈഫ് സ്റ്റൈൽ അതേപോലെ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന സമയത്ത് ഒന്ന് മാറ്റം വരുത്തിക്കോ, അതിന് മുമ്പേ മാറ്റം വരുത്താൻ നിൽക്കരുത്. ആ എക്സ്ട്രാ കിട്ടിയ പൈസ സേവിങ്സിലേക്ക് പോട്ടെ, നല്ല വല്ല അസറ്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാതെ ചുമ്മാ ലൈഫ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? എൻ്റെ ഒരു സുഹൃത്ത് നല്ല ഗംഭീര പിശുക്കനാണ് കേട്ടോ. മൂപ്പര് ചെയ്തൊരു പണി എന്താ വെച്ചാൽ 5 പൈസ പുറത്ത് കൊണ്ടുപോയി ചിലവഴിക്കില്ല. നേരത്തെ ഫസ്റ്റ് പറഞ്ഞവൻ്റെ പോലെയല്ല, ഒരു പൈസ മൂപ്പര് ചിലവഴിക്കില്ല. നല്ല രീതിയിൽ എടുത്തു വെച്ച് നല്ല ടൈറ്റായിട്ട് ഒരു സിനിമയ്ക്ക് പോവില്ല, പുറത്തൊന്നും അനാവശ്യമായിട്ട് ഭക്ഷണം കഴിക്കില്ല, അനാവശ്യമായിട്ട് കറങ്ങി നടക്കില്ല, യാത്രാ ചിലവ്, പെട്രോളിൻ്റെ ചിലവ്, എല്ലാ രീതിയിലും മൂപ്പര് നല്ല പെർഫെക്റ്റായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-2 മാസം കഴിയുമ്പോഴേക്കും മൂപ്പർക്ക് മതിയായി. കാരണം എന്താ, ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ല, ഒരു തേങ്ങയില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അച്ചടക്കം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ലെവലിലുള്ള ഒരു അച്ചടക്കം. ആ ഒരു ജീവിതം വളരെ ദുസ്സഹമാണ്. സോ നമ്മൾ പറയാറുണ്ട് 50-30-20 എന്ന് നമ്മൾ പറയാറുണ്ട്. 50% നമ്മുടെ നീഡ്സിന്, 30% നമ്മുടെ വാൺസിന്, 20% നമ്മളുടെ സേവിങ്സിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന്. ഇങ്ങനെ ആയിരിക്കണം നമുക്ക് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഈ പറയുന്ന സേവിങ്സിനകത്തും നമുക്ക് വേണമെങ്കിൽ ഒരു 5%, 20% നമ്മൾ എടുത്ത് വെക്കണമെന്ന് പറയുകയാണെങ്കിൽ പോലും അതിനകത്തൊരു 5% ഒരു ഫൺ എലമെൻറ്റിനായിട്ട് ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. കാരണം ജീവിതം ഒന്നേ ഉള്ളൂ, ആസ്വദിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. തലയുടെ മുകളിൽ ഒരു തേങ്ങ ഇരിക്കുന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ കാര്യം. എപ്പോൾ വേണമെങ്കിലും അത് തലയിലോട്ട് വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം. ബാത്റൂമിൽ തല തട്ടി വീണ് കഴിഞ്ഞാൽ തീരാവുന്ന കാര്യമുള്ളൂ നമ്മുടെയൊക്കെ ലൈഫ്. സോ ആസ്വദിക്കണം, വേണ്ടെന്ന് പറയണില്ല. അതുകൊണ്ട് തന്നെ ഒരു 5% നിങ്ങൾ ഈ പറയുന്ന ഫണ്ടിനായിട്ട് ഓരോ മാസം മാറ്റി വെച്ചാൽ പോലും നിങ്ങൾക്ക് 15% എടുത്തു വയ്ക്കാൻ പറ്റും. ഫണ്ട് എന്ന് പറയുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫ് ദുസ്സഹമായിട്ട് തോന്നുകയില്ല, എൻജോയ് ചെയ്യാനും പറ്റും. ഞാനങ്ങനെ ചെയ്യാറുണ്ട്. സിനിമയ്ക്കും പോകാറുണ്ട്, ഫാമിലിയായിട്ട് പുറത്തുനിന്ന് ഫുഡിനും പോകാറുണ്ട്. എല്ലാം ഒരു ബാലൻസിൽ കൊണ്ടുപോകും. എനിക്കൊരു പറ്റിയൊരു അബദ്ധം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഈ ഒരു ഫോണുണ്ടല്ലോ, ഇത് വളരെ പഴയ ഒരു ഫോണാണ്, അതായത് iPhone 7 ആണ്. അപ്പോൾ ആ കാലത്ത് ഞാനിത് 256 GB എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. 55,000 എങ്ങാണ്ടാണ് തോന്നുന്നുണ്ട്. കുറേ വർഷങ്ങളായി പരിപാടി നടന്നിട്ട്. ആ ഒരു കാലത്ത് ഞാൻ ഇതിനു വേണ്ടി ഇത്രയും പണം ചിലവഴിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ഈ പുതിയ സാധനത്തിൻ്റെ പിന്നാലെ പോയിട്ടല്ലേ പ്രശ്നം. അങ്ങനെ നോക്കുമ്പോഴാണ് പിന്നീട് എനിക്കൊരു ബൈക്ക് വാങ്ങേണ്ടി വന്നത്. അതായത് കേരളത്തിൽ എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നു. ഞാനൊരു ഹീറോ ഗ്ലാമർ എന്ന് പറയുന്നൊരു ബൈക്കായിരുന്നു. പക്ഷെ അത് ഇങ്ങോട്ട് മാറ്റുക, ഇവിടേക്ക് രജിസ്ട്രേഷൻ മാറ്റുക, അങ്ങനെ കുറേ പേപ്പർ വർക്ക് കാര്യങ്ങളായിട്ട് തലവേദന വന്നപ്പോൾ ഞാനത് അവിടെ ഫ്രണ്ടിന് കൊടുത്തിട്ട് അത് വിൽക്കാൻ വേണ്ടി പറഞ്ഞു, അതങ്ങനെ ഒഴിവാക്കി. ഇവിടെ വന്നതിന് ശേഷം പുതിയതായിട്ടൊന്ന് വാങ്ങേണ്ടി വന്നു. പുതിയതായിട്ട് വാങ്ങേണ്ട അവസ്ഥയിൽ ഞാൻ ചിന്തിച്ചു, പുതിയൊരു ബൈക്ക് തന്നെ വാങ്ങണോ, ഒരു യൂസ്ഡ് ബൈക്ക് വാങ്ങിയാൽ പോരേ എന്നുള്ളത്. അങ്ങനെ യൂസ്ഡ് ബൈക്ക് വാങ്ങിയ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി, അല്ലെങ്കിൽ എനിക്ക് അറിയായിരുന്നു, ഐഫോൺ വാങ്ങിയപ്പോൾ തന്നെ മനസ്സിലായിരുന്നു പുതിയത് വാങ്ങണ്ട, പൈസ ചിലവാണെന്നുള്ളത്. അങ്ങനെ 10,75,000 രൂപ കൊടുത്ത് വാങ്ങേണ്ടുന്ന ഒരു പുതിയ ബൈക്ക് എത്ര വാങ്ങിയത്? 48,000 രൂപയ്ക്ക് വാങ്ങി, സെക്കൻഡ് ഹാൻഡ്. 6 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോഴും നന്നായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ വെറുതെ ഈ പറയുന്ന ഫ്രഷ് സാധനം വാങ്ങിയിട്ട് പൈസ കളയാണ്ട് നല്ല സാധനമാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. യൂസ്ഡ് സാധനങ്ങൾ വാങ്ങിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഫോണാണെങ്കിലും ശരി, കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ശരി, ഇതൊക്കെ വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഇതിനൊന്നും വില കൂടുന്ന പരിപാടിയല്ല. നിങ്ങളൊരു സ്വർണ്ണത്തിലോ ഒരു പ്ലോട്ടിലോ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയല്ല ഈ കാറിനകത്തും ബൈക്കിനകത്തൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് ഇൻവെസ്റ്റ്മെൻറ്റേ അല്ല, അതൊരു വില കുറയുന്നൊരു പരിപാടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വില കുറഞ്ഞതിന് ശേഷം വാങ്ങാം. ഒരു 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് സാധനവും സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന കറക്റ്റ് വിലയ്ക്ക് സാധനം കിട്ടും. അധികം പൈസ കൊടുക്കേണ്ടിയേ വരില്ല. ചിന്തിക്കുക, നിങ്ങൾ വാങ്ങുന്നതിൽ എപ്പോഴും ഫ്രഷ് സാധനം മാത്രമാണോ നിങ്ങൾ വാങ്ങിക്കുന്നത്? സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. ഇതൊക്കെ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് കട്ട് ചെയ്യാൻ പറ്റും. പഠനങ്ങൾ പറയണത് ഈ വരുമാനം സേവിങ്സ് ആക്കി മാറ്റുന്ന ആൾക്കാരുണ്ടല്ലോ, അത് ഓട്ടോമാറ്റിക്കായിട്ട്, അങ്ങനെയുള്ളവർക്ക് 5 ഇരട്ടി അവരുടെ വെൽത്ത് സ്പീഡിൽ കൂടുതൽ ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സാലറി കയറുന്ന സമയത്ത് തന്നെ അത് വേറൊരു അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്കോ ഉടനെ പൈസ അവിടെ നിന്ന് കട്ടായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ് ഈ ഓട്ടോമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താ ചോദിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതിനകത്തോട്ട് പോയി കഴിഞ്ഞു, നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അതിനോട് കൂടെ തന്നെ നിങ്ങൾ ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം, ഈ പണം നിങ്ങൾ കാണുന്നില്ല.
നിങ്ങൾ കൈകൊണ്ട് തൊടുന്നില്ല, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം എന്താ, അത് ഓട്ടോമാറ്റിക് ചെയ്തിരിക്കുകയാണ്. ഒരു 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ സേവിങ്സിലേക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയി. പിന്നെ ബാക്കിയുള്ളതാണ് നിങ്ങൾക്ക് ചിലവഴിക്കാൻ കിട്ടുന്നത്. നിങ്ങളുടെ കണ്ണിൽ പോലും അത് കാണുന്നില്ല. അത് നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടി അതവിടെ മാറ്റിയിരിക്കപ്പെടുകയാണ് എപ്പോഴും. സോ കയ്യിലുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പണത്തിൻ്റെ മുകളിൽ മാത്രമേ പിന്നെ നിങ്ങൾക്ക് കൺട്രോളുള്ളൂ. കാരണം അത് ഓട്ടോമാറ്റഡായി അക്കൗണ്ടിൽ നിന്ന് ചാടുന്നു, പൈസ നിന്ന് കട്ടാവുന്നു. എവിടേക്ക്? നല്ലൊരു അസറ്റിലേക്കാണ് അത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുകൂടി നിങ്ങൾ ഓർക്കണം. കണ്ണി കണ്ട ചപ്പ് ചവർ പരിപാടി വാങ്ങാനല്ല. സോ ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ട് ഫ്യൂച്ചറുണ്ട്, അതിന് ഭാവിയുണ്ട്. മുകളിലേക്ക് അതിൻ്റെ ഗ്രാഫ് പോകും അല്ലേ? സ്വർണ്ണമാണെങ്കിലും ലാൻഡ് ആണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? ഓട്ടോമേറ്റ് ചെയ്യുകയാണെങ്കിൽ പണം നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും. എക്സ്പെൻസ് അതോടൊപ്പം തന്നെ കട്ട് ചെയ്യാനും പറ്റും. കാരണം സേവിങ്സിലേക്ക് ആദ്യം പോയല്ലോ. ഒരു കാലത്ത് ഞാൻ ചിന്തിച്ചിരുന്നു, ഈ പണം സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാം. സേവ് ചെയ്യാത്തതാണല്ലോ നമ്മുടെയൊക്കെ പ്രശ്നം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തത് മാത്രമാണല്ലോ നമ്മുടെയൊക്കെ പ്രശ്നം എന്നൊക്കെ ചിന്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പിന്നെ ഒരു കാലത്ത് എനിക്ക് വന്ന ബോധമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണം, എക്സ്പെൻസ് കട്ട് ചെയ്താലും കുറേ പൈസ സേവ് ചെയ്യാമല്ലോ, കുറച്ച് പിശുക്ക് കാണിച്ച് ജീവിച്ചാൽ മതി എന്നും ചിന്തിച്ചിരുന്നു. ഇതിൻ്റെ കൂടെ മൂന്നാമത്തെ ഒരു തിരിച്ചറിവ് കൂടി എനിക്കുണ്ടായി. അതായത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, വരുമാനം കൂട്ടുകൂടി വേണം. വരുമാനം കൂട്ടാണ്ട് ഈ പറയുന്ന പരിപാടി ഒന്നും നടക്കത്തില്ലല്ലോ. ഇതിലേക്ക് വരുന്ന സാധനം മാത്രമല്ലേ ഇവിടെ നടക്കുള്ളൂ. വരുമാനം കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന ആ പ്രക്രിയ ഒന്നും കൂടി സൂപ്പറായിട്ട് നടക്കുമല്ലോ. ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല രീതിയിൽ നടക്കും, എക്സ്പെൻസ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാറ്റിനും വരുമാനം കൂടണമല്ലോ. ആ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വെബ്സൈറ്റൊക്കെ ആരംഭിച്ച് ഈ പറയുന്ന ഗ്രാഫിക് ഡിസൈനിങ്, പാക്കേജിങ് ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞ് വെബ്സൈറ്റൊക്കെ തുടങ്ങി 1-2 പേരെ ഡിസൈനിങ്ങിനൊക്കെ വെച്ച് ആ ഒരു പരിപാടി കുറച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ തുടങ്ങിയത്. സ്റ്റാർട്ടിങ്ങിൽ ആളെ വെച്ചിട്ടില്ല കേട്ടോ, അതൊക്കെ എപ്പോഴാണുള്ളത്. ഫസ്റ്റ് ഞാൻ ഫ്രീലാൻസ് ആയിട്ടാണ് തുടങ്ങിയത്. ഞാൻ തന്നെ തനിയെ ചെയ്തു കൊടുക്കും. ഇപ്പോഴും ചെയ്യാനറിയാം. 2 പേരെ ഡിസൈനിങ്ങിന് ഉണ്ട് താനും. എല്ലാം റിമോട്ടലിയാണ്. അതായത് ഒരു കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അൺവാണ്ടഡ് എക്സ്പെൻസ് ഒക്കെ നമുക്ക് കട്ട് ചെയ്യണമല്ലോ. ചുമ്മാ റൂം എടുത്തിട്ട് അതിൻ്റെ റെൻറ്റ് കൊടുത്തിട്ട് കറണ്ട് ബില്ല് കൊടുത്തിട്ട് എന്തിനാണ്? റിമോട്ടലി ആണെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിലിരുന്നിട്ടും വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എന്തിനാപ്പോൾ കടയൊക്കെ തുറന്നിരിക്കുന്നു? എല്ലാം ഓൺലൈൻ കളിയാണ്. സോ ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ടുള്ള പരിപാടി അന്ന് തുടങ്ങിയതുകൊണ്ട് പൈസ വരവെന്ന് പറയുന്നത് ഏകദേശം ഒരു 10 ഇരട്ടിയായിട്ട് കൂടി. അതായത് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പാസീവ് ഇൻകം ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതായത് എന്തെങ്കിലും ഒരു സാധനം വിൽക്കാനായിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊരു പാസീവ് ഇൻകമാണ്, പ്രത്യേകിച്ച് ഓൺലൈനിലാണെങ്കിൽ. കാരണം അതിൻ്റെ കോപ്പിയാണ് വിറ്റഴിഞ്ഞ് പോകുന്നുള്ളൂ. നിങ്ങളൊരു ബുക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ പോലും അറിയാലോ, ആമസോണിനകത്ത് അതിപ്പോൾ ഈ ബുക്കാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, അതിങ്ങനെ കോപ്പിയാണ്, ഒറിജിനൽ അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും അല്ലേ? സോ അങ്ങനെ എന്തെല്ലാം വഴിക്ക് നിങ്ങൾക്ക് സൈഡിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക. ഒരേ ഒരു വരുമാനം വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കാൻ നിൽക്കരുത്. വലിയൊരു മണ്ടത്തരമാണ്. എപ്പോഴാണ് അത് നിൽക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എത്ര നേരത്തെ നിങ്ങൾക്ക് സൈഡ് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാം. കുറേ വൈകിട്ടാണെങ്കിൽ നമുക്കതൊന്നും അനുഭവിക്കാൻ യോഗം ഉണ്ടാകണമെന്നില്ല. കാരണം അപ്പോഴേക്കും അനാവശ്യമായിട്ടുള്ള കുറേ അസുഖങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തലവേദന, തലചുറ്റൽ, വാദം, അത് ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കിട്ടിയ പണം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ? നേരത്തെ തുടങ്ങുക ഈ പറഞ്ഞതൊക്കെ. എത്രയും നേരത്തെ പറ്റുന്നോ അത്രയും നേരത്തെ.